ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലാൻഡ്സ്കേപ്പ് എന്താണ് എന്നുള്ളതാണ്. സോ വാട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിയലി മീൻസ് ടുഡേ. നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്തായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിനെയാണ് ഇപ്പോൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഓൾഡ് വേഴ്സസ് ന്യൂ റിയാലിറ്റി, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ എന്തൊക്കെയായിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. ഏർലിയർലി പോസ്റ്റിംഗ്, കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് ചെയ്യുക, ഏതെങ്കിലും ആഡ്സ്, റണ്ണിങ് ആഡ്സ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിനെ പറ്റി പഠിക്കുക. മെറ്റ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, യൂട്യൂബ് എങ്ങനെയാണ്, ഗൂഗിൾ ആഡ്സ് എങ്ങനെയാണ്, വേഡ്പ്രസ് എങ്ങനെ, ഇങ്ങനെ പല കാര്യങ്ങൾ പഠിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിസ്റ്റംസ്, അതായത് മാർക്കറ്റിംഗ് ഒരു സിസ്റ്റമേറ്റഡ് ഫോമാറ്റാണ്. ഒരു സിസ്റ്റമാറ്റിക് ഫോമാറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത്, ഡേറ്റ, മാർക്കറ്റിങ്ങിലൂടെ വരുന്ന റിസൾട്ട്, അതിൻ്റെ നമ്പേഴ്സ്, ഇതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, ഓട്ടോമേഷൻ, ഇങ്ങോട്ട് വന്നിരുന്ന റിസൾട്ടുകളെ ഓട്ടോമേറ്റായിട്ട് ഡീൽ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനുമുള്ള ടൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഡിസിഷൻ മേക്കിംഗ്, അതായത് ഏത് ടൂളാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് മെത്തേഡാണ് ഈ ഒരു സീസണിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൽ ഏതൊക്കെ AI ടൂൾസാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതാണ് AI ഇൻ്റഗ്രേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നടക്കുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് നോ ലോങ്ങർ എ സ്കിൽ, ഇറ്റ്സ് എ ബിസിനസ് ഗ്രോത്ത് എൻജിൻ. അപ്പോൾ ഇത് ഒരു സ്കില്ലാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ, മേ ബി നിങ്ങളൊരു ബിസിനസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രീലാൻസറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവരോ ആയിരിക്കാം, വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളിതിനെ ഒരു സ്കില്ലായി മാത്രമാണ് ഇപ്പോഴും കാണുന്നതെങ്കിൽ അങ്ങനെയല്ല. ഇതൊരു ബിസിനസ്സിന് റിസൾട്ട് കൊണ്ടുവരാൻ, ഒരു ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് എൻജിനാണത്. AI ഹാസ് ഷിഫ്റ്റഡ് മാർക്കറ്റിംഗ് ഫ്രം മാനുവൽ എഫേർട്ട് ടു ലെവറേജ് ബേസ്ഡ് തിങ്കിങ്. അതായത് നമ്മൾ മാനുവലി ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും ഒരുപാട് ടൈം എഫേർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് അതിനെ കുറച്ചും കൂടെ AI ടൂൾസിൻ്റെ ലെവറേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഫാസ്റ്റ് ആക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ AI ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ദ ഓൾഡ് ആൻഡ് ന്യൂ റിയാലിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ, ഇൻഡെപ്തിൽ പോകുമ്പോൾ പഠിക്കും. സോ വാട്ട് ഈസ് AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിയലി? അണ്ടർസ്റ്റാൻഡിങ് ഹൗ അറ്റൻഷൻ ഫ്ലോസ്, അതായത് ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് ശ്രദ്ധയുണ്ടാവുന്നത്. കൺവേർട്ടിംഗ് അറ്റൻഷൻ ഇൻ ടു ട്രസ്റ്റ്, ഒരു ബിസിനസ്സിനെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ഒരു വിശ്വാസ്യത, ട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയതിനെ, ടേണിംഗ് ട്രസ്റ്റ് ഇൻ ടു ആക്ഷൻ, ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് അവരെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ, എന്തെങ്കിലും ഒരു സർവീസോ പ്രൊഡക്റ്റോ വാങ്ങാനുള്ള ആക്ഷൻ എടുക്കാനായിട്ട് അവരെ ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്. മെഷറിംഗ്, ഒപ്റ്റിമൈസിങ് ആൻഡ് സ്കെയിലിംഗ് യൂസിങ് ഡേറ്റ പ്ലസ് AI, അതായത് എത്രത്തോളം വന്നു, അതിനെ എങ്ങനെ നമുക്ക് കൃത്യമായി ഒപ്റ്റിമൈസ് ചെയ്യണം, അതിനെ സ്കെയിൽ ചെയ്ത് എങ്ങനെ കൂട്ടണം. അതായത് നമുക്കൊരു 100 പേര് വന്നെങ്കിൽ ആ 100 പേര് വന്നു എന്നുള്ളതിനെ നമ്മൾ ഡേറ്റ ആയിട്ട് പറയും. അത് സ്കെയിൽ ചെയ്ത് 1000 ആക്കുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനുവേണ്ടി നമുക്ക് ഏതൊക്കെ AI ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. സോ കണക്റ്റിംഗ് മാർക്കറ്റിംഗ് ഡയറക്റ്റ്ലി ടു ബിസിനസ് ഔട്ട്കംസ്, ബിസിനസ്സിൽ വരേണ്ട റിസൾട്ടുകളെ മാർക്കറ്റിങ്ങുമായി കറക്റ്റായി കണക്ട് ചെയ്യുക. സോ ഇഫ് ഇറ്റ് ഡസൻ മൂവ് എ ബിസിനസ് ഫോർവേഡ്, ഇറ്റ്സ് നോട്ട് മാർക്കറ്റിംഗ്. അതായത് നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി പല മാർക്കറ്റിംഗ് മെത്തേഡുകളും ചെയ്യുന്നു, മേ ബി ആഡ്സ്, SEO, ഗൂഗിൾ ആഡ്സ്, വാട്ടെവർ, ഇത് ചെയ്യുന്നു. പക്ഷേ ആ ബിസിനസ് ഫോർവേഡ് ആവുന്നില്ല, അവർക്ക് കിട്ടിയിരുന്ന റിസൾട്ടുകൾ ഒരിക്കലും കൂടുന്നില്ല. അങ്ങനെയെങ്കിൽ അത് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മളൊരു ഫേസ്ബുക്ക് ആഡ് ചെയ്യാൻ അറിയാവുന്ന ആളായതുകൊണ്ട് ഈ ഒരു ബിസിനസ് ഫോർവേഡ് ആവണമെന്നില്ല. നമുക്കൊരു SEO ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് അവർക്ക് ബിസിനസ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമുക്ക് മിസ്സാവുന്നത്, അതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അല്ലാതെ ചെയ്യുന്നതൊന്നും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു സ്കിൽ അറിയാമെന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. സോ ഹൗ ബിസിനസ്സസ് വ്യൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഈ ബിസിനസ്സുകളിൽ നിന്നാണ് നമ്മളുടെ കരിയറും നമ്മളുടെ
ഫ്യൂച്ചറുമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ബിസിനസ്സുകാർ എന്താണ് നോക്കുന്നത്? എല്ലാ ബിസിനസ്സുകളും ഫ്യൂച്ചറിൽ നമ്മൾ ഏതൊരു കമ്പനിയിൽ പോയാലും അവിടെ പോയാലും നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അവരെന്തിനെയാണ് നോക്കുന്നത്? ബിസിനസ്സസ് ഡോണ്ട് കെയർ അബൌട്ട് പ്ലാറ്റ്ഫോംസ്, സർട്ടിഫിക്കേഷൻസ്, നമ്പർ ഓഫ് ടൂൾസ് യു നോ. ബിസിനസ്സുകൾ ഒരിക്കലും നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് മെറ്റ അറിയാം, ഗൂഗിൾ ആഡ് അറിയാം, വേഡ്പ്രസ് അറിയാം, ഇതെല്ലാം അറിയാമെന്ന് പറയുന്നതല്ല അവർ നോക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ സർട്ടിഫൈഡ് ആണോ, നിങ്ങൾ ഗവൺമെൻറ് സർട്ടിഫൈഡ് ആണോ, നിങ്ങൾ ഇത്ര സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ. ഒബ്വിയസ്ലി ഇത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിലല്ല അവിടെ പ്രയോറിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. നമ്പർ ഓഫ് ടൂൾസ്, നിങ്ങൾക്ക് എത്ര ടൂൾസ് അറിയാമെന്നുള്ളത്. ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട്, ഞാൻ ChatGPT പഠിച്ചിട്ടുണ്ട്, ഞാൻ ജെമിനി പഠിച്ചിട്ടുണ്ട്, നാനോ ബനാന പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ളതെല്ലാം, ഞാൻ ക്ലിങ്ങി പഠിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾ പഠിച്ചോളൂ, നോ ഇഷ്യൂ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചോ. പക്ഷേ ഇത് മാത്രമല്ല അവർ നോക്കുന്നത്. സോ ബിസിനസ്സസ് കെയർ അബൌട്ട്, അൾട്ടിമേറ്റ്ലി അവർ ചെക്ക് ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ്, ലീഡ്സ് കിട്ടുമോ. അതായത് കൺവേർഷൻ ബേസ്ഡ് സിസ്റ്റത്തിൽ ലീഡ്സ്, അതായത് കസ്റ്റമറുടെ ഡേറ്റ കിട്ടുന്നുണ്ടോ. ഒരു ഇ-കൊമേഴ്സ് സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെയിൽസ്, കച്ചവടം നടക്കുന്നുണ്ടോ, ഇവിടെ കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ടോ, ലീഡ്സ്. റിട്ടൻഷൻ, അവർ വന്ന കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് വീണ്ടും ഈ മാസം 100 വന്നാൽ അടുത്ത മാസവും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ബ്രാൻഡിനെ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡ് കൊണ്ട് അവരുടെ ബ്രാൻഡിനെ ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ അവർ ROI, ഈ ROI അവർക്ക് കൂടുതലായി കിട്ടുന്നുണ്ടോ, അവർക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇതൊക്കെയാണ് ബിസിനസ്സുകൾ ചെക്ക് ചെയ്യുന്നത്. അവർ പല ബിസിനസ് കോച്ചിങ്ങുകൾക്കൊക്കെ പോകുമ്പോഴും അവർ ഈ ഒരു കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ സ്കില്ലിനെക്കാട്ടിലും കൂടുതൽ അവർക്ക് വേണ്ടത് ഈ 4 കാര്യങ്ങളെ അവരുടെ ബിസിനസ്സുമായി കണക്ട് ചെയ്യാൻ നിങ്ങളുടെ മാർക്കറ്റിംഗ് മെത്തേഡ്സിന് സാധിക്കുക എന്നുള്ളതാണ്. സോ ബിസിനസ്സസ് ഹയർ ഔട്ട്കംസ്, നോട്ട് സ്കിൽസ്. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന റിസൾട്ടുകളെയാണ് അവർക്ക് ആവശ്യം, നിങ്ങളുടെ കഴിവുകളെ മാത്രമല്ല. ദ ബിസിനസ് ലോജിക് ബിഹൈൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഉള്ള ഒരു ബിസിനസ് ലോജിക് എന്ന് പറയുന്നത് നമ്മൾ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു ബിസിനസ്സിന് വേണ്ടി ആളുകളുടെ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കുക, അതിൽ ആളുകൾ എൻഗേജ് ചെയ്യുക. വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ്, എന്ത് കാര്യങ്ങൾ ചെയ്താലും ആളുകൾ അവിടെ എൻഗേജ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, അവരുടെ സർവീസിലേക്ക് എൻക്വയറി വരിക, എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അവിടുന്ന് അത് കൺവേർഷൻസിലേക്ക് പോകാനുള്ള റീസൺസ്, അതായത് ആളുകൾ ആ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുക, അതിനുശേഷം അത് റീറ്റെയിൻ ചെയ്ത് നിൽക്കുക. പിന്നെ അവർക്ക് ആവശ്യമുള്ളത് എന്താണ്, അതിനെ സ്കെയിൽ ചെയ്ത്, ഇപ്പം 100 വരുന്നത് നാളെ 1000 ആക്കുക, 1000 വരുന്നതിനെ നാളെ 10,000 ആക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗും ബിസിനസ് ലോജിക്കും തമ്മിലുള്ള കാര്യം. നമ്മളാണ് ഈ പറയുന്ന ലോജിക്കിലേക്ക് അവരുടെ ബിസിനസ്സുകളെ എത്തിച്ചു കൊടുക്കേണ്ടവർ. അപ്പോൾ എവറി ടൂൾ ഫിറ്റ്സ് ഇൻസൈഡ് ദിസ് ഫ്ലോ. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്തുള്ള പല സെക്ടറുകളിലുമാണുള്ളത്. ചില ടൂൾസ് കൺവേർഷൻസിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, ചില ടൂൾസ് നമുക്ക് എൻഗേജ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, ചിലത് നമുക്ക് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. സോ നോ ടൂൾ വർക്ക്സ് ഇൻ ഐസൊലേഷൻ. അതായത് ഒരു ടൂൾ മാത്രം പഠിച്ചതുകൊണ്ട് ഇതിലെ എല്ലാ കാര്യവും നടക്കുമെന്ന് വിചാരിക്കേണ്ട. സ്ട്രാറ്റജി ഓൾവേസ് കംസ് ബിഫോർ എക്സിക്യൂഷൻ. അതായത് ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാവണം. സ്ട്രാറ്റജി ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പല ടൂൾസും പഠിക്കേണ്ടി വരും. പക്ഷേ അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ സ്ട്രാറ്റജി ഓൾവേസ് കംസ് ഫ്രം എക്സിക്യൂഷൻ. സോ ജസ്റ്റ് കമൻറ്റ് ബിലോ, സ്ട്രാറ്റജി ഓൾവേസ് കംസ് ഫ്രം എക്സിക്യൂഷൻ. ഓക്കെ, ലേണിംഗ് ടൂൾസ് വേഴ്സസ് അണ്ടർസ്റ്റാൻഡിങ് സിസ്റ്റംസ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ ഒരുപാട് ടൂൾസ് നമ്മൾ പഠിക്കും, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളിൽ പഠിക്കും, പക്ഷേ സിസ്റ്റംസ് നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോകും, അല്ലെങ്കിൽ നമുക്കതാരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. സോ ദ ടൂൾ ട്രാപ്പ് എന്ന് പറയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരുപാട് ടൂൾസ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് നിന്ന് ഞാൻ പറയുകയാണ്. ദ ടൂൾ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, SEO, AI ടൂൾസ് സെപ്പറേറ്റ്ലി, ഇതെല്ലാം ഓക്കെ, നമ്മളിതിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. നാളെ മെറ്റ ആഡ്സ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരും. ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആൻഡ്രോമെഡ എന്ന് പറയുന്ന അപ്ഡേറ്റാണ് മെറ്റയിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഓരോ ടൂൾസും AI ടൂൾസും എല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട്. സോ ഇത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് അവസാനം ഉണ്ടാവില്ല, അതങ്ങനെ തന്നെ പോകും.
സ്വിച്ചിങ് കോഴ്സസ് എവറി മന്ത്സ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? ഇനി പുതിയ ടൂൾസ് പഠിപ്പിക്കുന്ന ആരാണ്? AI പഠിപ്പിക്കുന്ന ആരാണ്? പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന ആരാണ്? ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വളരെ ബിസി ആയിരിക്കും, പക്ഷേ നമ്മൾ ഒരിക്കലും കോൺഫിഡൻ്റ് ആയിരിക്കത്തില്ല. കാരണം നമുക്ക് പുതിയത് അറിയത്തില്ല എന്നുള്ള നമ്മളുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ടാകും. സോ നോ ക്ലാരിറ്റി ഓൺ വെൻ ഓർ വൈ ടു യൂസ് എ ടൂൾ. അതായത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എപ്പോഴാണ് ഞാൻ ഈ ഒരു ടൂൾ ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് ഞാൻ ഈ ഒരു ടൂൾ ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം അറിയാത്തൊരവസ്ഥ. SEOയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത ഒരാൾ ഒരു AI ടൂളും പഠിച്ചിട്ടുണ്ട്. ഈ AI ടൂൾ ഈ SEOയിൽ അയാളെ ഹെൽപ്പ് ചെയ്യുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. സോ ടൂൾസ് ചേഞ്ച്, കൺഫ്യൂഷൻ സ്റ്റേറ്റ്സ് ഇഫ് സിസ്റ്റംസ് ആർ മിസ്സിങ്. അതായത് ടൂൾസ് ചേഞ്ച് ആവും, ഇൻഡസ്ട്രി മാറും, ഇന്ന് കാണുന്ന AI ടൂൾസൊക്കെ മാറും, ഗൂഗിൾ ആഡ്സ് മെത്തേഡ് മാറും, മെറ്റ ആഡ് സിസ്റ്റം മാറും. ഇപ്പോൾ ChatGPT ബീറ്റ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആഡ്സ് കൊണ്ടുവരാനായിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ മേ ബി ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യയിലൊന്നും അത് ലോഞ്ച് ചെയ്തിട്ടില്ല. ബട്ട് US അതിൻ്റെ ബീറ്റ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. മേ ബി നിങ്ങളിപ്പോൾ ഇത് കാണുന്ന സമയത്ത് മേ ബി അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവാം. ഇതെൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് ഞാൻ പറയുന്നതല്ല, അത് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. ബീറ്റ ടെസ്റ്റിംഗ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. നാളെ അത് വരുമ്പോൾ നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് ഓടുകയല്ലല്ലോ ചെയ്യേണ്ടേ. സോ ടൂൾസ് ചേഞ്ച്, പ്ലാറ്റ്ഫോംസ് ചേഞ്ച് ആവും, ഡെഫിനറ്റ്ലി അത് മനസ്സിലാക്കുക. കൺഫ്യൂഷൻ അവിടെ നിൽക്കും. ഈഫ് സിസ്റ്റംസ് ആർ മിസ്സിങ്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമാവത്തില്ല. പക്ഷേ ഇത് പഠിച്ചില്ല എങ്കിൽ, ഈ സിസ്റ്റംസ് കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചാൽ എനി ടൂൾ വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ഈസിലി. നമ്മൾ പഠിപ്പിക്കുന്നത് എപ്പോഴും സിസ്റ്റംസ് ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സിസ്റ്റംസ് തിങ്കർ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ സൈക്കോളജി. കസ്റ്റമർ സൈക്കോളജിയിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവർ ചിന്തിക്കുന്നതിനും മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അതിൽ എവിടെയാണ് നോയിങ് വേർ എ ടൂൾ ഫിറ്റ്സ് ഇൻ ദിസ് ജേർണി, ഒരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ എവിടെയാണ് നമുക്കൊരു ടൂൾ പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു കാര്യം. മേക്കിംഗ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഡേറ്റ നോട്ട് ഗസ്സസ്. അതായത് നമ്മൾ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് റിസൾട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഡേറ്റയെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുക. അതായത് നമ്മൾക്ക് അടുത്ത സീസണിൽ നമുക്ക് ഇത്ര ലക്ഷം രൂപ ആഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മൾ ഇപ്പോൾ തന്നെ SEO ചെയ്ത് തുടങ്ങാം. ഇത് നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. നമ്മൾക്കൊരു വാട്സാപ്പ് ഓട്ടോമേഷൻ അപ്ലൈ ചെയ്യാം, ഇത് നമുക്ക് വരുന്ന ഇൻവേർഡ് മെസ്സേജസിൻ്റെ കൗണ്ടിൻ്റെ ഡേറ്റ അനുസരിച്ചാണ്. ഇതല്ലാതെ ആരെങ്കിലും പറയുന്ന ഒരു തോന്നൽ കൊണ്ടോ, നിങ്ങൾ വാട്സാപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ ചെയ്ത് നോക്കൂ, നിങ്ങൾ മെറ്റ ആഡ്സിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നോക്കൂ എന്നുള്ള ആരെങ്കിലും പറയുന്നത് നമ്മളുടെ തോന്നലുകളിൽ നിന്നോ ആവരുത്. ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ അതിന് നമുക്കൊരു ഡിസിഷൻ ഉണ്ടാവണം. സ്കെയിലിംഗ് യൂസിങ് റിപ്പീറ്റബിൾ ഫ്രെയിംവർക്ക്സ്. അതായത് പലതരം ഫ്രെയിംവർക്കുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഫ്രെയിംവർക്കുകളെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ബിസിനസ്സിൽ കൂടുതൽ റിസൾട്ട് കിട്ടാൻ. അതായത് ഒരു പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ ഒരു സർവീസിന് വേണ്ടി ആഡ് റൺ ചെയ്യുമ്പോൾ ആ ആഡ് റൺ ചെയ്തതിന് കിട്ടിയ റിസൾട്ടിനനുസൃതമായി വീണ്ടും അവർക്ക് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള റിപ്പീറ്റബിൾ ഫ്രെയിംവർക്ക്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അവർക്ക് കൂടുതൽ റിസൾട്ട് കൊടുക്കാൻ സാധിക്കും. യൂസിങ് AI ആസ് എ മൾട്ടിപ്ലയർ നോട്ട് എ ക്രച്ച്. അതായത് നമ്മളൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ AI ഉപയോഗിച്ച് നമുക്ക് ഫാസ്റ്റാക്കാം, നമ്മളുടെ കാര്യങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യിക്കാം. ഒരിക്കലും AI തന്നെ എല്ലാം ചെയ്യുമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളുടെ ഐഡിയാസിനെയോ എക്സിക്യൂഷൻസിനെയോ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു, ആ ഇമേജ് വർക്കൗട്ട് ആവുന്നുണ്ട്, ആ ഇമേജിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേർഷൻസ് നമുക്ക് AI ഉപയോഗിച്ച് ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമ്മളൊരു വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്തു, ഒരു അവതാർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത് വർക്കൗട്ട് ആവുന്നുണ്ട് ഒരു ബിസിനസ്സിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ AI അവതാർസിനെ ഇൻബിൽട്ട് ചെയ്യാം അവരുടെ ബിസിനസ്സിന് വേണ്ടി. അത് AI ആസ് എ മൾട്ടിപ്ലറായിട്ട് നിങ്ങൾ കണ്ടോളൂ. അല്ലാതെ AI ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബിസിനസ് കിട്ടുമെന്നല്ല ചിന്തിക്കേണ്ടത്. സോ സിസ്റ്റംസ് ക്രിയേറ്റ് മാർക്കറ്റേഴ്സ്, ടൂൾസ് ക്രിയേറ്റ് ഓപ്പറേറ്റേഴ്സ്. അതായത് നമ്മളൊരു മാർക്കറ്റിംഗ് സൈക്കോളജിയും ഈ പറയുന്ന ഡിസിഷനും ഡേറ്റയും കാര്യങ്ങളും എല്ലാം വെച്ച് AI ഉപയോഗിച്ച് നമ്മളൊരു
പ്ലാൻഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടി. ഓരോ ബിസിനസ്സിനും പല രീതിയിലുള്ള സിസ്റ്റംസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ശരിക്കും മാർക്കറ്റേഴ്സ്. ഒരു ടൂൾ ഉപയോഗിക്കാൻ അറിയാമെന്ന് പറയുന്നവർ ആരാണ്? അവർ ജസ്റ്റ് ഓപ്പറേറ്റേഴ്സാണ്. ദേ ആർ നോട്ട് മാർക്കറ്റേഴ്സ്. നിങ്ങൾക്ക് ഒരു മെറ്റ ആഡ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഓപ്പറേറ്റർ മാത്രമാണ്. ആ മെറ്റ ആഡിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇവർക്കിപ്പോൾ മെറ്റ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള സ്കില്ലിലേക്ക് നിങ്ങൾ വളരണം. അങ്ങനെ വളരുക എന്നുള്ളതാണ്. അങ്ങനെ മാത്രമാണ് നമുക്ക് സിസ്റ്റംസ് അനുസരിച്ച് ചിന്തിച്ചു പോകാൻ സാധിക്കുള്ളൂ. വൈ മോസ്റ്റ് പീപ്പിൾ ഫീൽ കൺഫ്യൂസ്ഡ് ആഫ്റ്റർ ലേണിംഗ് റാൻഡംലി? അതായത് ഒരുപാട് ആളുകളും കൺഫ്യൂസ്ഡ് ആവുന്ന എന്തുകൊണ്ടാണ്? ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നത് എന്താണ്? ദ റിയൽ പ്രോബ്ലം എന്ന് പറയുന്നത് വൈ ലേണിംഗ് ഫീൽസ് ഓവർവെൽമിംഗ്, നോ സ്ട്രക്ചേർഡ് പാത്ത്. വൈ ലേണിംഗ് ഫീൽസ് ഓവർവെൽമിംഗ്, നോ സ്ട്രക്ചേർഡ് പാത്ത്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു സ്ട്രക്ചേർഡ് സിസ്റ്റം അവരുടെ കയ്യിലില്ല. ജമ്പിങ് ബിറ്റ്വീൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് മെൻറ്റേഴ്സ്. കുറേ യൂട്യൂബ് വീഡിയോ കാണുന്നു, കുറേ ഇൻസ്റ്റഗ്രാം വീഡിയോ കാണുന്നു, കുറേ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നു, എല്ലാം അറ്റ് എ ടൈം കൺസ്യൂം ചെയ്യുന്നു, കൺഫ്യൂസ്ഡ് ആവുന്നു. കൃത്യമായ ഒരു സിസ്റ്റം ബേസ്ഡ് ലേണിംഗ് അവരുടെ ബ്രെയിനിൽ ഇല്ല. ലേണിംഗ് വിത്തൗട്ട് കോണ്ടെക്സ്റ്റ്. എന്തിന് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നു എന്നുള്ളത്, എന്തിന് ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്തിന് ഞാനിപ്പം ഈ ഒരു കോണ്ടൻറ്റ് എഴുതാൻ പഠിക്കണം എന്ന് മനസ്സിലാക്കാതെ അത് പഠിക്കുന്നു. അതാണ് കൺസ്യൂമിങ് കോണ്ടൻറ്റ് വിത്തൗട്ട് എക്സിക്യൂഷൻ ലോജിക്. ഇത് എന്തിനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കാതെ അതിനെപ്പറ്റി പഠിക്കുന്നു. ടു മച്ച് ഇൻഫർമേഷൻ, ടു ലിറ്റിൽ ഡയറക്ഷൻ. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള റൈറ്റ് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മോർ നോളജ്, ലെസ് ക്ലാരിറ്റി. നിങ്ങൾ ഒരുപാട് അറിവുള്ളവരായിരിക്കാം, പക്ഷേ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുമുണ്ടാവാം. സോ ദ കോസ്റ്റ് ഓഫ് റാൻഡം ലേണിംഗ്. ഇങ്ങനെ പഠിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായി ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവില്ല. ലോ കോൺഫിഡൻസ് ആയിരിക്കും. ഇൻകൺസിസ്റ്റൻറ്റ് റിസൾട്ട്. ചില ക്യാമ്പയിൻസ് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. ചില മാർക്കറ്റിംഗ് മെത്തേഡ്സ് വർക്കാവത്തില്ല. ഫിയർ ഓഫ് ടേക്കിംഗ് ആക്ഷൻ. പുതിയൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പേടിയുണ്ടാവും. ഡിപ്പെൻഡൻസി ഓൺ ന്യൂ കോഴ്സസ്. ആ പേടി മാറാൻ വീണ്ടും അടുത്ത കോഴ്സുകൾ പഠിക്കേണ്ടതായിട്ട് വരും. നോ ക്ലിയർ കരിയർ പൊസിഷനിങ്. കരിയർ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം? ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആണോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണോ, കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണോ എന്നും മനസ്സിലാകാൻ പറ്റാതെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ വാട്ട് കുഡ് ബി ദ സൊല്യൂഷൻ? ദ സൊല്യൂഷൻ ഈസ് ക്ലാരിറ്റി കംസ് ഫ്രം സ്ട്രക്ചർ. സ്ട്രക്ചേർഡ് ലേണിംഗ് പാത്ത്. കൃത്യമായി പഠിക്കുക. സ്ട്രക്ചേർഡ് ലേണിംഗ് പാത്ത്. ഏതൊക്കെ? ലെവൽ ബേസ്ഡ് പ്രോഗ്രഷൻ. ഇതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ലെവൽ ബേസ്ഡ്. ഓരോ കാര്യങ്ങളും പഠിക്കുന്ന ആളുകൾക്ക് ഒരു ലെവൽ ഓഫ് ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 7 ലെവൽ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ലെവൽ ബേസ്ഡ് പ്രോഗ്രഷൻ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക. സിസ്റ്റം ഫസ്റ്റ് എഡ്യൂക്കേഷൻ. അതായത് ആദ്യമായി അവർ പഠിക്കാൻ പോകുന്ന മാർക്കറ്റിംഗ് മെത്തേഡ്സൊക്കെ എന്തിനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറ്റ് ടൂൾസിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുക എന്നുള്ളത്. കമ്മ്യൂണിറ്റി ഡ്രിവൻ ഗ്രോത്ത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, വേൾഡ് വൈഡിലുള്ള പല ആളുകളും കമ്മ്യൂണിറ്റി, അതായത് കണക്റ്റായി നിൽക്കുന്ന ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് അവരെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക. കാരണം ഇന്ത്യയിൽ വർക്കൗട്ട് ആവുന്നത് GCCയിൽ വർക്കൗട്ട് ആവണമെന്നില്ല, GCCയിൽ വർക്കൗട്ട് ആവുന്നത് US വർക്കൗട്ട് ആവണമെന്നില്ല. പല പ്ലാറ്റ്ഫോംസും അവിടെ വർക്കാവുന്നുണ്ടാവാം, ഇവിടെ ചിലപ്പോൾ അത് വർക്കാവുന്നുണ്ടാവില്ല. ഇത് നമ്മൾ എവിടെ ചോദിക്കും? ആരോട് ചോദിക്കും? അതിന് നമുക്കൊരു കമ്മ്യൂണിറ്റി ഡ്രിവൻ ഗ്രോത്ത്, നമ്മുടെ അടുത്ത് പഠിച്ചിറങ്ങുന്നവരും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. മെൻറ്റർഷിപ്പ് പ്ലസ് എക്സിക്യൂഷൻ. അതായത് ഒരേ സമയം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരികയും അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എക്സാക്ട്ലി വൈ സ്ട്രക്ചേർഡ് സിസ്റ്റംസ് മാറ്റർ. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ബേസ്ഡ് ലേണിംഗ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ സിസ്റ്റംസ് ക്രിയേറ്റ് റിസൾട്ട്സ്, ടൂൾസ് സപ്പോർട്ട് ദം. സോ കമൻറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ പഠിച്ച് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല. സിസ്റ്റംസ് ക്രിയേറ്റ് റിസൾട്ട്സ്, ടൂൾസ് സപ്പോർട്ട് ദം. അപ്പോൾ നമ്മൾക്കൊരു സിസ്റ്റം, മാർക്കറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പഠിച്ചെടുക്കും. അത് എന്തുണ്ടാക്കിയെടുക്കും? റിസൾട്ട് ഉണ്ടാക്കിയെടുക്കും. മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടൂൾസാണ്. ദാറ്റ് മീൻസ് ടൂൾസ് സപ്പോർട്ട് ദ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സിസ്റ്റംസ് ക്രിയേറ്റ് റിസൾട്ട്സ്. നിങ്ങളുടെ കമൻറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്?
നിങ്ങളിത് മനസ്സിലാക്കി എന്നുള്ളത് ഒരു മെൻറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളുടെ സിഗ്നൽ കിട്ടണമെങ്കിൽ സിസ്റ്റംസ് ക്രിയേറ്റ് റിസൾട്ട്സ് ആൻഡ് ടൂൾസ് സപ്പോർട്ട് ദം, അത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം. ഹോപ്പ് നിങ്ങൾക്കിതിലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് മാർക്കറ്റിംഗ് ടൂൾസ് കുറേ പഠിച്ചതുകൊണ്ടോ മെത്തേഡ്സ് പഠിച്ചതുകൊണ്ടോ കാര്യമായില്ല എന്നുള്ളത്. ഓക്കെ.